നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടൽ തീരത്ത് മീൻ അടിയുന്ന ഒരു പ്രതിഭാസം അതിപ്പോൾ നടക്കുകയാണ്. വീണ്ടും തീരത്ത് ചാള മീൻ അടിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8:30 കൊല്ലം ബീച്ചിലാണ് സംഭവമുണ്ടായിരിക്കുന്നത്. കൊല്ലം ബീച്ചിന്റെ തീരത്ത് ചാള വന്നടിഞ്ഞു. നെയ്ച്ചാള മീനാണ് കരയിലേക്ക് വന്നടിഞ്ഞത്. ഈ സമയം ബീച്ചിലുണ്ടായിരുന്ന സന്ദർശകരും നാട്ടുകാരും ഇതുവഴി പോയവരും എത്തി കിട്ടിയ കവറുകളും പാത്രങ്ങളും ഒക്കെ മീൻ വാരിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വലിയ കൂട്ടമായി ചാള കരയ്ക്ക് അടിഞ്ഞിരുന്നു. അപ്പോൾ തീർത്തും ഒരു ആശങ്കയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ മീനുകൾ കരയിലേക്ക് വരുന്നത്, തീരത്തേക്ക് അടിയുന്നത് എന്നത്? ഉൾക്കടലിൽ നിന്ന് ഡോൾഫിൻ കൂട്ടത്തോടെ എത്തുമ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചാള പോലുള്ള ചെറിയ മത്സ്യങ്ങൾ തീരത്തേക്ക് എത്തുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും തീരത്ത് അപ്രതീക്ഷിതമായി ചാള അടിഞ്ഞതോടെ വലിയ കോളടിച്ചിരിക്കുകയാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ സന്ദർശകരായി എത്തിയവർക്കുമൊക്കെ. ഇരവിപുരം കാക്കത്തോപ്പ് ഭാഗത്ത് വലിയ തോതിൽ നെയ്ച്ചാള അടിയുകയുണ്ടായി. ഒരാഴ്ചയായി കൊല്ലം തീരത്ത് ചാളയുടെ ചാകരയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തീരത്ത് നിന്നവരാണ് തീരത്തോട് ചേർന്ന് വൻതോതിൽ ചാളമീൻ അടിയുന്നത് കണ്ടത്. വിവരം പറഞ്ഞ പ്രദേശവാസികൾ തീരദേശ റോഡ് വഴി പോയവർ ഉടൻ കയ്യിൽ കിട്ടിയ കവറുകളും പാത്രങ്ങളും ഒക്കെ എത്തി ചാള ശേഖരിക്കുകയായിരുന്നു. ഫൈബർ കട്ടമരങ്ങളിലും യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങളിൽ പോയവർക്കും വലിയ തോതിൽ നെയ്ച്ചാള കിട്ടിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. സന്ധ്യയോടെ കൊല്ലം ബീച്ചിന് സമീപത്ത് യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങൾ അടുപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾ മീൻ വിൽപ്പനയും നടത്തി. എന്തായാലും നെയ്ച്ചാളയ്ക്ക് ഇന്നലെ വരെ കിലോയ്ക്ക് 120 രൂപയായിരുന്നു വില. അതേസമയം രാജ്യത്ത് മത്സ്യസമ്പത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരത്ത് നിന്ന് പിടികൂടിയത് 35 ലക്ഷം ടൺ മത്സ്യമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 3% വർധനവാണ് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് തീരത്ത് നിന്നാണ് രാജ്യത്തെ ഏറ്റവും അധികം മത്സ്യം കൂടിയത്. 6 ലക്ഷം ടണ്ണാണ് തമിഴ്നാട്ടിൽ പിടികൂടിയത്. ഗുജറാത്താണ് 2ാം സ്ഥാനത്തുള്ളത്. കേരളം 3ാം സ്ഥാനത്താണ്. കേരളീയരുടെ ഇഷ്ട മത്സ്യമായ മത്തിയുടെ ലഭ്യതയും ഉയർന്നിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 13% മത്തിയുടെ അളവിലെ വർധനവ്. 1 ലക്ഷം ടണ്ണുമായി സംസ്ഥാനത്ത് ഏറ്റവും അധികം പിടിച്ച മത്സ്യവും മത്തിയാണ്. കഴിഞ്ഞ വർഷം 1 ലക്ഷം ടൺ മത്തിയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ കിട്ടിയ 1 ലക്ഷം ടൺ എന്നത് 2013 ശേഷമുള്ള ഏറ്റവും വലിയ കണക്കാണ്. കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യ ലഭ്യത 6 ലക്ഷം ടണ്ണാണ്. മത്തിക്ക് പുറമെ കിളിമീൻ, കണവ, കൂന്തൽ, നീരാളി ഇനങ്ങളുടെ ലഭ്യതയിലും വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ തിരിയാൻ, ചെമ്മീൻ, പാമ്പാട എന്നിവ കുറഞ്ഞു. മത്തി കഴിഞ്ഞാൽ അയല, കൊഴുവ, കിളിമീൻ, ചെമ്മീൻ എന്നിവയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കിട്ടിയ മത്സ്യ ഇനങ്ങൾ. രാജ്യത്ത് ആകെയുള്ള കണക്ക് പരിശോധിച്ചാൽ അയലയാണ് ഏറ്റവും അധികം കിട്ടിയ മീൻ. 2 ലക്ഷം ടൺ അയലയാണ് ഇന്ത്യൻ തീരത്ത് നിന്ന് പിടികൂടിയത്. സമുദ്ര മത്സ്യോൽപാദനത്തിൽ കർണാടകയിൽ 44%, മഹാരാഷ്ട്രയിൽ 18% വർധനവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.